പ്രിയപ്പെട്ടവരെ, അങ്ങനെ അയോധ്യ കൊള്ളയ്ക്ക് ശേഷം വീണ്ടും ബദ്രിനാഥിലും സംഘപരിവാറിന്റെ കൊള്ള എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കൊള്ള. അവിടുത്തെ കൊള്ളയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന മാമൻ 50 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് പറഞ്ഞത്. ചോദിച്ചോ പറഞ്ഞ് ഞാൻ ഓട്ടോ ഓടി ഉണ്ടാക്കിയാണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ കേരളത്തില് BJPയുടെയും RSSന്റെ ഒക്കെ വക്താക്കളുണ്ടല്ലോ. നമ്മുടെ ഈ വിഷം ബാബുവും അതുപോലെ തന്നെ വിശകല ചേച്ചിയും പിന്നെ നമ്മുടെ വത്സൻ തെല്ലങ്കേരിയും അങ്ങനെ കുറെ ഉണ്ടല്ലോ. ഈ ശബരിമല വിഷയം നടന്നപ്പോഴത്തേക്ക് എന്തൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിലെ പുകിലല്ലേ. ഇപ്പൊ എല്ലാം ഉറക്കത്തിലാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നൊക്കെ ഉറക്കം എണ്ണീറ്റ് വരുന്നുണ്ട്. അയോധ്യയിൽ 60 കിലോ വെള്ളിയും 200 കോടിയിലേറെയാണ് അവിടുന്ന് മോഷണം പോയിരിക്കുന്നത്. സ്വന്തം സംഖ്യകൾ തന്നെയാണ്. അതായത് കാരണവർക്ക് അടുപ്പിലും തൂറാം എന്ന് പറഞ്ഞതുപോലെ ലവന്മാർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും കേരളത്തിലുള്ള സംഖ്യകളൊന്നും വേണ്ടില്ല. അണ്ണാക്കിൽ പഴം തിരികെ വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ 24 ചാനലിനകത്ത് ഒരു ചർച്ച നടന്നു. നമ്മുടെ RB ബാബു ഉണ്ടല്ലോ, നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഘോരം പ്രസംഗിക്കുന്ന ആ വേട്ടാവളിയം വന്നിരുന്നുകൊണ്ട് സംസാരം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള റിജിലുണ്ടല്ലോ, ആ റിജിൽ അടിച്ചങ്ങോട്ട് അണ്ണാക്കി കയറ്റിയെന്നല്ല, ലമ്മാവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയ പോക്കിന് പുല്ല് പോലും കിളിക്കത്തില്ലെന്നാണ് കേൾക്കുന്നത്. അമ്മാതിരി മാസ് മറുപടിയാണ് നമ്മുടെ റിജിൽ കൊടുത്തിരിക്കുന്നത്. വെറുതെ വന്ന് ചൊറിഞ്ഞടി മേടിച്ച് ഓടുന്ന ഈ സംഘിക്കൂട്ടങ്ങളെ കാണുമ്പോഴല്ലോ സത്യം പറയല്ലേ ചിരിയാണ് വരുന്നത്. സത്യത്തിൽ നമ്മുടെ കേരളത്തിന്റെ ശാപമാണ് ഇവന്മാരൊക്കെ കേട്ടോ. ഇതുപോലത്തെ ചില മരപ്പൊട്ടന്മാരും മണ്ടന്മാരും ഇത്ര മതം തലക്ക് പിടിച്ചിട്ട് കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോഴത്തേക്ക് ഇവനെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? അതെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ കൊടുത്തോളൂ. നല്ല കിടിലൻ ഡിബേറ്റാണ്. അവസാനം വരെ കാണുക. പോളിസ് സാധനമാണ്, കണ്ടുപോയിക്കോളൂ. റിജിൽ മാക്കുറ്റി ഒരുപാട് കള്ളന്മാര് കൊള്ളക്കാരെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. എനിക്ക് വേറൊന്നും പറയാനില്ല ആ കാര്യത്തിൽ. കാരണം കള്ളന്മാര് കൊള്ളക്കാര് എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ ഒരു ഫാമിലിയെ കുറ്റപ്പെടുക. ആ ഫാമിലി മുഴുവൻ ഇപ്പോ ജാമ്യത്തിൽ നിൽക്കുകയാണ്. നുണ പറയാം, അതിൽ വിശ്വസനീയത. അത് ഈ റിജിൽ മാക്കുറ്റിയുടെ ഏറ്റവും ആരാധ്യരായ നെഹ്റു ഫാമിലിയാ. എല്ലാവരും ജാമ്യത്തില. സോണിയാഗാന്ധി ജാമ്യത്തില്. എന്തിനാ? കളവ് നടത്തിയതിന്റെ, തട്ടിപ്പ് നടത്തിയതിന്റെ പേരില. മനസ്സിലായില്ല ദേവാലയ എന്താണ് ഉദ്ദേശിക്കുന്നത്? തട്ടിപ്പിന്റെ പേരിലാണ്. കോടിക്കണക്കിന് രൂപയുടെ നാഷണൽ ഹെറാൾഡ് കേസ്. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ഉളുപ്പുണ്ടോ? രാമന്റെ പേര് കട്ട് മുറിച്ചിട്ട് ഉളുപ്പില്ലാണ്ട് നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല. ആ പപ്പുവിടെ പട്ടായയിലാണോ? ഇപ്പോ പപ്പു എവിടെ പോയി? പട്ടായയിലാണോ? ശശികല വിഷകല എന്ന് വിളിച്ചപ്പോ വേണ്ടപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോ നിനക്ക് വിഷമം തോന്നും. തന്നെ പോലെയുള്ള അമ്പലം വിഴുങ്ങികള് ഈ രാമന്റെ പേര്, ശ്രീരാമന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പണം കൊള്ളയടിച്ചവനാണോ തന്റെ പാർട്ടി? അതെ അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. തന്റെ സംവിധാനം ഈ രാജ്യത്തെ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് രാമന്റെ പേര് പറഞ്ഞ് കൊള്ളയെടുത്ത കാട്ട് കൊള്ളക്കാർ, ഹിന്ദുവിന്റെ ശത്രുക്കൾ, രാമന്റെ ശത്രുക്കൾ. എന്റെ ഈശ്വര എല്ലാം പോയില്ലോ. ഉളുപ്പുണ്ടോ? രാമന്റെ പേര് അമ്പലത്തിൽ പാവപ്പെട്ട ഭക്തജനങ്ങൾ കൊടുത്ത പണം കൈയിട്ട് വാരി നക്കിത്തുന്ന നാണം കെട്ടവരല്ലോ നിങ്ങൾ. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാന്യനായിട്ട് നടക്കും, പക്ഷെ ആള് മഹാപിഴയായിരിക്കും. അത്തരം ആൾക്കാരെ പറ്റി പറയണ പേരാണ് പകൽമാന്യം. ശശികല വിഷകലാന്ന് വിളിച്ചു, അതുകൊണ്ടാണ് രാഹുൽ ഞാൻ പേര് ഉപയോഗിച്ചതെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? മനസ്സിലായി. ബാബു ശശികല വിഷം തുപ്പുന്നത് പോലെ ഈ രാജ്യത്ത് ആരാ വിഷം തുപ്പുന്നത്? വ്യക്തിപരമായ ആരോപണങ്ങൾ വേണ്ട. പാതയിൽ കുടുങ്ങിയ ലിഫ്റ്റിന്റേതുപോലെ എന്റെ അവസ്ഥ. താഴോട്ടുമില്ല മേളിലോട്ടും ഇല്ല. വ്യക്തിപരമായ ആരോപണം വിട്ടേക്ക്. ഷാറൂഖ് ബാബു പക്ഷേ തിരിച്ചു പറഞ്ഞിരിക്കും. ഷാറൂഖ് ബാബു താങ്കൾ പറഞ്ഞ നാഷണൽ ഹെറാൾഡ് കേസ് ഇപ്പൊ എന്തായി? എവിടെ എത്താതെ കിടക്കുകയാണ്? ഒന്നും ആയിട്ടില്ല. അത് പിന്നെ താങ്കൾ പറഞ്ഞ ഓരോരോ അഴിമതി ആരോപണം, പൂജയാവട്ടെ ആദർശാവട്ടെ, ഒന്നും എവിടെ എത്തിയിട്ടില്ല. നത്തിങ് ഡൂയിങ്. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാ? പറയാനുള്ളതെന്ന് വെച്ചാല് ഈ അസ്വസ്ഥത ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അത് റോബർട്ട് വധര അടക്കം കേസിലെ പ്രതിയാണ്. ഇപ്പോ ഹാഷ്മി ചോദിക്കുകയുണ്ടായി കേസ് എന്തായെന്ന്. കേസ് എന്താ? കേസ് വിചാരണയിലാണ്, അത് കോടതിയിൽ നിൽക്കുകയാണ്. ഇവിടെ നേരത്തെ കോടതിയിലാണ്. വെരി ഗുഡ്. അപ്പൊ പ്രശ്നമല്ല, സോൾവ് ആയി. കോടതിയിലാണ്, തർക്കിക്കാൻ നിൽക്കരുത്.
ആളുകൾ കൊടുത്ത സംഭാവന ആളുകൾ ദൈവത്തിന്റെ പേരിൽ കട്ടതിനെ കുറിച്ചാ ചോദ്യം. എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരും. കട്ടവരെ ഈ രൂപത്തിൽ രാഷ്ട്രീയപരമായി ഇവർ ഉന്നയിക്കുന്ന ആരോപണം എടുക്കട്ടെ. ഇത് രാഷ്ട്രീയ ആരോപണമല്ലല്ലോ. സ്വാമിയുടെ ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. ഇത് ദൈവത്തിന്റെ പേരിൽ പണം അടിച്ചു വരുന്ന അറിബാബു രാമന്റെ പേരിൽ പണം കോടികൾ കട്ടുപിടിക്കുന്നതും ഈ പറയുന്ന അഴിമതിയാരോട് ഒന്നല്ലതാ. കടിക്കുന്ന പട്ടിക്കാണെങ്കിൽ കൂടെ എന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഇവന്മാര് പറയുന്നത് വിട്ടക്ക് ബാബു. രാമനേക്കാൾ വലുതാണ് രാജ്യം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ രാജ്യത്തിന്റെ സർവ്വ മേഖലയിലും കൊള്ള നടത്തി സോണിയാഗാന്ധി. രാമനെ കുറിച്ച് പറയാൻ ഇവർക്ക് എന്താ അവകാശം? രാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരാണ്. രാമൻ ഇയാളെന്നെ കാല് പിടിപ്പിച്ച് അടങ്ങത്തോളൂ. ഭഗവാനെ, എന്റെ സമയം ഭയങ്കര ആളാണ് ഈ കുട്ടിയുടെ നേതാവ്. രാമൻ കിട്ടി, പലിശ സഹിതം കിട്ടി. സാമാന്യ മര്യാദയില്ലാതെ സംസാരിക്കുന്നോ? ഒരു ചർച്ചയിൽ പാലിക്കേണ്ട ഒരു മര്യാദയില്ലേ? അല്ല, രാമനെ കുറിച്ച് ചോദിക്കാൻ നിങ്ങൾ ഇവൻ എത്ര കിട്ടിയാലും മതിയാ. ഞങ്ങൾ വിശ്വസിക്കുന്ന രാമനെ കുറിച്ച് ഞങ്ങൾ ചർച്ച നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരച്ച് വെച്ചോ നോക്കി. പരിഷ്കൃതമായ ചർച്ചയിരിക്കുകയാണ്. ഇവനെ അവനൊന്നും വാക്കൊന്നും ഉപയോഗിക്കില്ല. നമുക്ക് അതല്ലാതെ രാഷ്ട്രീയം പറയാലോ. ശരി, നമുക്ക് അതല്ലാതെ ആരോപണം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം പറയാം. ശരി, ഞാൻ ഇടപെടലേക്ക് പോയിട്ട് ഓടി വരാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഭാഗത്ത് പൊന്ന് റിജിലെ ഇങ്ങനൊന്നും കൊല്ലല്ലേ ഒരു മനുഷ്യനായിട്ടുണ്ട്. കിഡിലൻ ഡിബേറ്റ് അല്ലേ? അതിനകത്തൊരു ഡയലോഗ് നമ്മുടെ വിശ്വബാബു പറഞ്ഞ് നിങ്ങൾ കേട്ടായിരിക്കും അല്ലേ? രാമനെക്കാട്ടി വലുതാണ് രാജ്യമെന്നും ഈ രാമന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ രാജ്യം ഇവരിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാമന്റെ പേരിൽ പണിത ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നിന്ന് 60 കിലോ വെള്ളിയും 200 കോടിയിലേറെ പണവും കട്ടുകൊണ്ട് പോയിട്ടുള്ള ഈ കള്ളന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി വെറുതെ വന്നിരുന്നുണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ചിട്ട് കൊണ പറയുമ്പോഴത്തേക്ക് അടിച്ച് അവൻ്റെ കണ്ണാക്കി കയറ്റി കൊടുക്കാൻ ഇതുപോലത്തെ നല്ല ആൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. പിന്നെ ഭക്തരുടെ പേരും പറഞ്ഞ് ഹൈന്ദവന്റെ പേരും പറഞ്ഞ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൊടുത്തിട്ടുള്ള പണം അപഹരിച്ച് പരിവാറിനെ ന്യായീകരിക്കാൻ വന്നിട്ടുള്ള ഈ ഹിന്ദു ഐക്യവേദിയുടെ ഈ ബേട്ടാവളിയനുണ്ടല്ലോ, ഇവൻ ഇനി ഇതിൽ കൂടുതൽ മറുപടി അർഹിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവനെ പോലുള്ളവനെയൊക്കെ തിരിച്ചറിയുക, ഇവൻ്റെയൊക്കെ കപടത തിരിച്ചറിയുക, ഇവൻ്റെ മതേതരത്വമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പം പോരട്ടെ, നല്ല വെടിച്ചിലായിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ. അടുത്തൊരു വീഡിയോ കാണാം. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.